ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് കാണിക്കുന്നത്. വളരെ രുചിയേറിയ കറിയാണിത്. അപ്പത്തിനും ഇടിയപ്പത്തിനും പെറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിൾ കറി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ മുട്ട പുഴുങ്ങാനായി വയ്ക്കാം. ശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കർ മുട്ടക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി മുട്ടക്കറിക്ക് ആവശ്യമായ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മീഡിയം സൈസിലെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ചെറുതായി കളർ മാറി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ച് വച്ചിരിക്കുന്നത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായി പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി പച്ചമണം മാറി വന്ന ശേഷം 1 തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ച് വച്ച് 2 വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കറിൻ്റെ എയറെല്ലാം പോയ ശേഷം നമുക്ക് തുറക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് കുരുമുളക് ചതച്ചതും 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് കറി വീണ്ടും നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയോട് കൂടെ കറി എടുക്കാം. ഈ സമയം പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പത്തിനും ഇടിയപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ
എല്ലാവർക്കും ബൈ കൂട്ടുകാരെ.